Good morning. Okay. കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തതിനൊക്കെ ഓർമ്മയുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിലുള്ളതൊക്കെ? ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ? ഏത് ചാപ്റ്റർ നമ്മൾ എടുത്തോണ്ടിരുന്നത്? ഏതായിരുന്നു? ഫ്രണ്ട് ഓഫീസ് അല്ലേ? ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്റർ അല്ലേ? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് നോക്കി മിസ്സേ എന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫ്രണ്ട് ഓഫീസ് അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലേ? മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അവിടെ എന്തൊക്കെയാ ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാ പറഞ്ഞേ? രജിസ്ട്രേഷൻ ചെയ്യും. ഫസ്റ്റ് അതല്ലേ, പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ നടത്തും. സെക്കൻഡ് പോയിന്റ്, ഇൻഫർമേഷൻ ടു ദ ലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പേഷ്യൻസിനുള്ള ഇൻഫർമേഷൻസ് അല്ലെ, അതൊക്കെ കൊടുക്കും. പിന്നെ നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ ആണ് ക്യാഷ് കളക്ഷൻ. ക്യാഷ് ഒക്കെ പൈസയൊക്കെ കളക്ട് ചെയ്യും. ദെൻ അടുത്തത് നാലാമത്തെ പോയിന്റ് ഏതാ? ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി വിവരങ്ങളൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കൈകാര്യം ചെയ്യുന്നു. ദെൻ 4 പോയിന്റ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തത് അല്ലേ? ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. അതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിയേ, 5ാമത്തെ പോയിന്റ് ആണ് റിപ്പോർട്ട് മേക്കിംഗ്. ഇതാണ് റിപ്പോർട്ട് മേക്കിംഗ്. അപ്പൊ ഫ്രണ്ട് ഓഫീസിലെ ഫങ്ഷൻസിൽ 5ാമത്തെ പോയിന്റ് ആയിട്ടാണ് പറയുന്നത് ഏത്? റിപ്പോർട്ട് മേക്കിംഗ്. എന്തൊക്കെയാണ് നോക്കിയേ, എന്തൊക്കെ റിപ്പോർട്ടുകളാണ് ഫ്രണ്ട് ഓഫീസിൽ അവിടെ തയ്യാറാക്കേണ്ടത്? സെൻസസ് റിപ്പോർട്ട്. ഫസ്റ്റ് ഏതാണ്? സെൻസസ് റിപ്പോർട്ട്. സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കും സെൻസസ് എടുക്കാൻ വരാറുണ്ട് അല്ലേ? സെൻസസ് എന്താ എടുക്കുന്നത്? എന്താണ് നമ്മുടെ എത്ര ഓരോ നമ്മുടെ വീട്ടിലാണെങ്കിൽ വന്നിട്ട് ഓരോ ഫാമിലി മെമ്പേഴ്സ് എത്ര പേരുണ്ട് അല്ലെ, അവർക്കുടെ ഡീറ്റെയിൽ ഒക്കെയാണ് സെൻസ്. മൊത്തം ഒരു കണക്കെടുപ്പാണ് അവിടെ എടുക്കുന്നത് അല്ലെ. ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈമില് എത്രത്തോളം പേഷ്യൻസ് ആണ് ഉള്ളത് അല്ലെ, ആ പേഷ്യൻസിനെ ആ ഒരു പർട്ടിക്കുലർ ടൈമില് ഹോസ്പിറ്റലില് എത്രത്തോളം പേഷ്യൻസ് ഉണ്ട് അതിനെ, ആ പേഷ്യൻസിനെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ഒന്നും വേണ്ട, ഏതൊക്കെ റിപ്പോർട്ടുകളാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സെൻസസ് റിപ്പോർട്ട്. ദെൻ അടുത്ത് നോക്കിയ അതേഴ്സ് റിപ്പോർട്ട്. മറ്റുള്ള റിപ്പോർട്ടുകളെല്ലാം അത് എടുത്ത് പറഞ്ഞിട്ടില്ലേ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. എല്ലാ റിപ്പോർട്ടുകളും ഇപ്പൊ നമ്മള് ഏതൊക്കെ ചികിത്സാ സംബന്ധമായിട്ടുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കുക എന്നുള്ളതും ഫ്രണ്ട് ഓഫീസിന്റെ ആ ഫങ്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ റിപ്പോർട്ടാണ്? സെൻസസ് റിപ്പോർട്ട് ആൻഡ് അതേഴ്സ്. ഓക്കെ, 5 ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഡു യു നോ വൈ ദ കസ്റ്റമർ ലീവ്. നിങ്ങൾക്ക് അറിയാമോ എന്തുകൊണ്ടാണ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ, പേഷ്യൻസ് അല്ലെ. ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുന്നത്, പോകുന്നത്. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോ അവിടെ നിന്ന് പകുതി നിർത്തി ഒക്കെ പോരേണ്ടേ വന്നിട്ടുണ്ടോ? ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാതെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ സംഭവിക്കാം അല്ലെ. ഫുള്ള് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അതിന് പല കാരണങ്ങളും ഇവിടെ പറയുന്നുണ്ട്. നോക്കി, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 1% ഡൈ. നിത്യ എസ്നോട്ടേണ്ട കേട്ടോ. എന്തായിരുന്നു നിത്യക്ക് വന്ന കാരണം? ഇതിനകത്ത് വന്നത് ഏതെങ്കിലും ആണോ നോക്കിയേ? 1% ഡൈ. 1% ആളുകൾ മരിക്കാം. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ, ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെ മരിക്കുകയാണെങ്കിൽ ആ പേഷ്യന്റ് അവിടുന്ന് ലീവ് ആവും, ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ആവും. അപ്പൊ 1% ആളുകള് മരണം മൂലം അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ആവാം, ലെഫ്റ്റ് ആവാം. 3% മൂവ് അവേ. 3% ആളുകള് അവിടെ റീസൺ പറയുന്നില്ല, ഹോസ്പിറ്റലിൽ നിന്ന് അകന്നു പോകാം.
ഹോസ്പിറ്റലിൽ നിന്ന് 3% ആളുകള് വേറെ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മൂവ് അവേ അകന്നു പോകാം. Then 5% develop other relationship. മറ്റുള്ള റിലേഷൻഷിപ്പ് മൂലം 5% ആളുകൾ പോകാം. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, ഇപ്പൊ നമ്മുടെ അനു വേറെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണെങ്കിൽ ഞാനിപ്പോ അനുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പൊ ഞാൻ അനുവിനോട് സ്വാഭാവികമായിട്ട് പറയും, ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്, ഡോക്ടർ നല്ലതാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടാൽ വേഗം അസുഖം മാറും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അനുവിന് എന്താ അവിടുത്തെ ട്രീറ്റ്മെന്റ് നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് പോരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ? ഇങ്ങോട്ട് പോരൂല്ലേ? അത് എന്ത് മൂലം? ആ ഒരു റിലേഷൻഷിപ്പ് മൂലം. നിങ്ങൾ പറയാറില്ലേ, നമ്മൾ പോയി നല്ലൊരു ഹോസ്പിറ്റലാണ് നമുക്കൊരു ഇതുണ്ടെങ്കിൽ നമ്മുടെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യും അല്ലെ, ഇവിടെ പൊക്കോട്ടോ, അവിടെ നല്ല ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയൂല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് എന്താണ് പേജ് നമ്പർ റഹ്മത്തിനൊന്ന് ഇട്ട് കൊടുത്തേ, പേജ് നമ്പർ എത്രയാന്നുള്ളത്. അപ്പൊ അങ്ങനെ ലീവ് ചെയ്യാം കേട്ടോ. 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്, മറ്റു റിലേഷൻഷിപ്പ് മൂലം 5% ആളുകൾ ലീവ് ചെയ്യാം. 9% ലീവ് ഫോർ കോമ്പറ്റേറ്റീവ് റീസൺസ്. കോമ്പറ്റേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? മത്സര സ്വഭാവമുള്ള അല്ലെങ്കിൽ സാമർഥ്യം എന്നുള്ളതാട്ടോ. അങ്ങനെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ട്, കോമ്പറ്റേറ്റീവ് റീസൺസ് കൊണ്ട് നമുക്ക് 9% ആളുകൾ ലീവ് ആവാം. Then 40% are dissatisfied with the product or service. കണ്ടോ, 14% ആളുകള് എന്ത് മൂലമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നത്? ഡിസാറ്റിസ്ഫൈഡ്, അസംതൃപ്തി മൂലം അല്ലേ? അതായത് ഹോസ്പിറ്റലിൽ നിന്നുള്ള സർവീസ് അതില് തൃപ്തരല്ലാതെ അങ്ങനെ 14% പേര് പോകാം. അങ്ങനെ പോരുന്നുണ്ടല്ലോ അല്ലെ? ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും അവിടുത്തെ സർവീസ് ശരിയല്ല, അല്ലെങ്കിൽ പാകത്തിന് നമ്മൾ നോക്കുന്നില്ല, ട്രീറ്റ്മെന്റും കാര്യങ്ങളും കറക്റ്റ് സമയത്ത് നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും കറക്റ്റ് സർവീസ് ശരിയല്ലാത്തത് കൊണ്ട് അല്ലെ, അതില് നമ്മൾ അസംതൃപ്തരായിട്ട് നമുക്കൊരു സംതൃപ്തി ഇല്ല, അവിടെ ശരിയാവല്ല എന്നുള്ളതോ, അങ്ങനെ 14% പേരും ലെഫ്റ്റ് ആവാം. Then 68% leave because of rude or discourteous manner. എന്താ പറഞ്ഞേക്കണേ? 68% ഏറ്റവും കൂടുതൽ ആളുകള് ഹോസ്പിറ്റലിൽ നിന്ന് ലെഫ്റ്റ് ആവാൻ ലീവ് ചെയ്യാനുള്ള കാരണം ഏതാണ്? ബിക്കോസ് ഓഫ് റൂഡ്. റൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മര്യാദയില്ലാത്ത അല്ലെ, പരുക്കനായ, മര്യാദയില്ലാത്ത ഓർ ഡിസ്കേഴ്സിയസ് സർവീസ് അല്ലെ, ഒരു റൂഡായിട്ടുള്ള ഒരു എന്താ പരുക്കനായിട്ടുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ മര്യാദ ഇല്ലാത്ത സർവീസ് ഒക്കെ കാരണമാണ് ഏത് 68% പേരും ലീവ് ആവുന്നത്. ആ ലാസ്റ്റത്തെ സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. കൂടുതൽ ആളുകള് ഹോസ്പിറ്റലിൽ നിന്ന് ലെഫ്റ്റ് ആവാനുള്ള റീസൺ ഏതാന്ന് ചോദിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കേഴ്സിയസ് സർവീസ്. അവിടുത്തെ ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മളോട് ഒരു പരുക്കനായിട്ടാണ്, നമ്മളോട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോരാം അല്ലെ? അവിടുത്തെ ഹോസ്പിറ്റലിന്റെ പെരുമാറ്റം, ആ ഹോസ്പിറ്റലിലെ നമുക്ക് സ്റ്റാഫുകളാണെങ്കിലും ഒക്കെ അവരുടെ പരുക്കൻ സ്വഭാവവും അതുപോലെ തന്നെ മര്യാദ ഇല്ലാത്ത സർവീസും കാരണം 68% ആളുകളും ലെഫ്റ്റ് ആവാം. അപ്പൊ മോസ്റ്റ് കോമൺ റീസൺ ഏതാണ്? ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടുതൽ പെർസെന്റേജ് വരുന്ന റീസൺ ഏതാണ്? 68% ആളുകൾ ലെഫ്റ്റ് ചെയ്യാൻ കാരണം ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കേഴ്സിയസ് സർവീസ്. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ് അത് ചോദിക്കാം കേട്ടോ. ഡൈന്ന് ചോദിക്കാം, ഓപ്ഷൻ മൂവ് അവേ, അങ്ങനെ ഓപ്ഷൻസ് മാറി ചോദിക്കാം. ഏറ്റവും അധികം ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ പെരുമാറ്റമായി, എന്താ പരുക്കൻ പെരുമാറ്റം അല്ലെങ്കിൽ മര്യാദ ഇല്ലാത്ത സർവീസ് കാരണമാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ദ കസ്റ്റമർ വാണ്ട്സ് യു ടു. ഇനി കസ്റ്റമർ എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കസ്റ്റമർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അതിന്റെ മീനിങ്? ദ കസ്റ്റമർ വാണ്ട്സ് യു ടു. ഒരു ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കസ്റ്റമർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഫസ്റ്റ് എന്താണ്? ഗ്രീറ്റ്. ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപചാരപൂർവം സ്വീകരിക്കുക, അല്ലെ? അതായത് വരുന്ന ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന ആ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിനെ എങ്ങനെ സ്വീകരിക്കണം? നല്ല മര്യാദയോട് കൂടി, നല്ല ഉപചാരപൂർവ്വം സ്വീകരിക്കുക നമ്മൾ ആഗ്രഹിക്കല്ലേ? നമ്മള് ഫസ്റ്റ് ചെല്ലുമ്പോ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഫ്രണ്ട് ഓഫീസ്. അവിടെ ചെല്ലുമ്പോ അവിടെ ഫ്രണ്ട് ഓഫീസ് നല്ലൊരു പെരുമാറ്റവും, അല്ലെ? നമ്മൾ നല്ല രീതിയിൽ വെൽക്കം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞേക്കണേ? അവര് ഉപചാരപൂർവ്വം സ്വീകരിക്കുക. അതാണ് ഒന്നാമത്തെ കസ്റ്റമർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത് നോക്കിയ വാല്യൂ. അവർ വരുന്ന എല്ലാ പേഷ്യൻസിനെയും എങ്ങനെയാ? മൂല്യത്തോടു കൂടി കാണുക. വരുന്ന എല്ലാ പേഷ്യൻസിനെയും മൂല്യത്തോടു കൂടി കാണുക. രണ്ടാമത്തെ എന്താണ്? വാല്യൂ. നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഒരു വില, അല്ലെ? വാല്യൂ, ഒരു മൂല്യം എന്നുള്ള ഒരു മീനിങ് ആട്ടോ. ഒരു മൂല്യം തരണം എന്നുള്ളത്. എല്ലാ പേഷ്യൻസിനെയും ഒരു മൂല്യത്തോടു കൂടി സ്വീകരിക്കുക. മൂന്നാമത്തെ നോക്കി ഹെൽപ്പ്, സഹായം, അല്ലെ? പുതിയതായി വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അവർക്ക് ഇപ്പൊ ഓരോ സെക്ഷനുകൾ എവിടെയാണോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഫാർമസി അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. പുതിയതായിട്ട് വരുമ്പോ 1-2 പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, അല്ലെ? അപ്പൊ പുതുതായി വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടാവണമെന്നില്ല, അല്ലെ? അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക. നമ്മളും അവിടെ നിന്ന് നമുക്കൊരു ഹെൽപ്പ് കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിക്കണല്ലേ, അല്ലെ? അങ്ങനെ ഒരു സഹായം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കസ്റ്റമർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഫ്രണ്ട് ഓഫീസിൽ നിന്നും നല്ലൊരു ഹെൽപ്പ് കിട്ടണം എന്നുള്ളത്. അടുത്ത നോക്കിയാൽ ലിസൺ, കേൾക്കുക. ശ്രദ്ധാപൂർവം അവരെ കേൾക്കുക. നമ്മൾ പറഞ്ഞില്ലേ, റേഡിയോ അല്ല, അല്ലെ? രണ്ടുപേരും, അതായത് ഫ്രണ്ട് ഓഫീസിൽ അവര് പറയുന്നതും അതുപോലെ തന്നെ നമ്മൾക്ക് പറയാനുണ്ടാവും, അല്ലെ? അപ്പൊ നമ്മൾ പറയുന്നതും കൂടി അവര് കേൾക്കണം. നമ്മൾ ആഗ്രഹിക്കുമല്ലോ, നമുക്കിപ്പോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്താ പറയാ, അവരത് കേൾക്കണം. അല്ലാതെ നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കരുത്. നമ്മൾ പറയുന്ന കാര്യം കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ദെൻ ഇൻവൈറ്റ് ബാക്ക്. പിന്നെ എന്താ പറഞ്ഞേക്കണ്ടേ? തിരികെ ക്ഷണിക്കുക. എന്താ തിരികെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞാണെങ്കിലും ഫോൺ കോളുകളിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. ഇന്ന ദിവസമാണ് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്നത്, അപ്പൊ ആ ദിവസം ഇത്ര മണിക്ക് എത്തണം എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ ഫോളോ അപ്പ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒന്നുകിൽ ഫോൺ വിളിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്താം, അല്ലെ? ഫോൺ കോളുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരും, അല്ലെ? മെസ്സേജുകളിലൂടെയൊക്കെ വിളിക്കുന്നു, നമ്മൾ ഓർമ്മപ്പെടുത്തൂലേ? ഇന്ന ദിവസം നമ്മളിപ്പോ ഇന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത മാസം ഡോക്ടറിനെ കാണണമെങ്കിൽ ഓൾറെഡി അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോരാം, അല്ലെ? ഇന്ന ഡേറ്റിലേക്ക് നമുക്ക് അപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പൊ അതിപ്പോ നാളെയാണ്, അടുത്ത മാസം ആകുമ്പോൾ ചിലപ്പോ നമ്മൾ മറന്നു പോകും ഡേറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവരെ ഓൾറെഡി മെസ്സേജുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തും, ഇന്ന ദിവസം ഇത്ര മണിക്കാണ് അപ്പോയിന്റ്മെന്റ് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെസ്സേജ് തരും, അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യൻസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ആ പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. എന്തൊക്കെയാണ്? ഗ്രേറ്റ്, വാല്യൂ, ഹെൽപ്പ്, ലിസൺ, ഇൻവൈറ്റ് ബാക്ക്. ക്ലിയർ അല്ലേ? അത് കുഞ്ഞു കുഞ്ഞു കാര്യമുള്ളൂ, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്, 5 പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD. ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ OPDയുടെ കീഴിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? ഏരിയ കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാ? നോക്കിയേ, ഫസ്റ്റ് ഏതാണ്? മെയിൻ റിസപ്ഷൻ. ആണോ? റിസപ്ഷൻ ഏതിന്റെ കീഴിൽ വരുന്നതാണ്? ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ, മെയിൻ റിസപ്ഷൻ. അടുത്തത് രണ്ടാമത്തെ നോക്കിയേ, കൺസൾട്ടേഷൻ റൂം. കൺസൾട്ടേഷൻ, നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടർമാർ ഇരിക്കുന്ന റൂമൊക്കെ ഇല്ലേ? കൺസൾട്ടേഷൻ റൂമൊക്കെ, അല്ലേ? ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ നമ്മള് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യൂലേ? എന്നിട്ട് ഡോക്ടേഴ്സ് ഓരോ റൂമുകളിലാണ് ഇരിക്കുന്നേ. അതായത് അവര് കൺസൾട്ട് ചെയ്യുന്ന പേഷ്യൻസിനെ നോക്കുന്ന റൂം, കൺസൾട്ടേഷൻ റൂം. അതും ഏതിന്റെ കീഴിൽ വരുന്നതാണ്? ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നതാണ്. അടുത്തതാണ് ഡയഗ്നോസ്റ്റിക്.
ഡയഗ്നോസ്റ്റിക് രോഗനിർണയം നടത്താൻ ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ECG അല്ലെ? ECG എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG. ECG റേഡിയോളജിയിൽ നമുക്ക് പഠിക്കാനുണ്ട് എല്ലാരും കേട്ടോ. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം. ECHO എന്താണ്? എക്കോ എന്നാണ് അല്ലെ? എക്കോ കാർഡിയോഗ്രാം. ECHO അതെന്താ വായിക്കുന്നത്? എക്കോ എന്നാണ്. എക്കോ, എക്കോ കാർഡിയോഗ്രാം. ഫസ്റ്റ് പോയിന്റ് ആണോ? ഫസ്റ്റ് പോയിന്റ് ഏതാ? മെയിൻ റിസപ്ഷൻ. റിസപ്ഷൻ ഏരിയ ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. മെയിൻ റിസപ്ഷൻ, ആ റിസപ്ഷൻ ഏരിയ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്ന ഏരിയ അല്ലേ, അത് ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന. രണ്ടാമത്തെയാണ് കൺസൾട്ടേഷൻ റൂം എന്ന് പറയുന്നത്, അതായത് ഡോക്ടർമാരൊക്കെ ഇരിക്കുന്ന കൺസൾട്ട് ചെയ്യുന്ന റൂം. ദെൻ അടുത്തത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നതാണ് ഏത്? ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. കസ്റ്റമർ വാട്സ് യുവിൽ ഫസ്റ്റ് ആണോ? അവരെ ഉപചാരപൂർവ്വം സ്വീകരിക്കുക. നല്ല ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മര്യാദയോട് കൂടി നല്ല രീതിയിൽ അവരോട് വെൽക്കം ചെയ്യുക, അവരെ ഉപചാരപൂർവ്വം സ്വീകരിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഏരിയ ആണ്. മെയിൻ റിസപ്ഷൻ പറഞ്ഞു, കൺസൾട്ടേഷൻ റൂം പറഞ്ഞു, പിന്നെ ഡയഗ്നോസ്റ്റിക് ഏരിയ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ വരുന്നത്? ECG. ECG എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഈ എക്കോ കാർഡിയോഗ്രാം. പിന്നെ MRI, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചോട്ടോ അവിടെ. MRI എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. മാഗ്നറ്റിക്, MAGNETIC, മാഗ്നറ്റിക് റെസൊണൻസ്, RESONANCE, റെസൊണൻസ് ഇമേജിംഗ്, IMAGING, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അത് നമുക്ക് റേഡിയോളജിയിൽ പഠിക്കാനുണ്ട് കേട്ടോ. MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അടുത്തതാണ് CT സ്കാൻ. CT എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ. കമ്പ്യൂട്ടർ, COMPUTED, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി. TO ഏതാടാ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണോ? മാഗ്നറ്റിക്, MAGNETIC, മാഗ്നറ്റിക്, MAGNETIC. റെസൊണൻസ്, RESONANCE, റെസൊണൻസ് ഇമേജിംഗ്, IMAGING. അടുത്തതാണ് CT സ്കാൻ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ്. കമ്പ്യൂട്ടർ, COMPUTED, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, TOMOGRAPHY, ടോമോഗ്രഫി സ്കാൻ. സാമ്പിൾ കളക്ഷൻ, ഇതെല്ലാരും സാമ്പിൾ കളക്ഷൻ കോമയുണ്ട് കേട്ടോ അവിടെ. CT സ്കാൻ കഴിഞ്ഞ കോമ സാമ്പിൾ കളക്ഷൻ, ബ്ലഡ് സാമ്പിൾ, യൂറിൻ സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്യില്ലേ, ഇതെല്ലാരും ഏതാണ്? ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ വരുന്നതാണ് കേട്ടോ. ഡയഗ്നോസ്റ്റിക് ഏരിയ. അപ്പൊ ഇത് മൂന്ന് ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നതാണ്. അത് പേരുകളൊന്നും ഓർത്ത് വെക്കുക കേട്ടോ. CT സ്കാൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി, TOMOGRAPHY സ്കാൻ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. ഇനി അടുത്ത് നോക്കി, അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. ഉണ്ടോ? എന്തൊക്കെയാണ് ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് അല്ലെ ഫ്രണ്ട് ഓഫീസറിന്റെ ഇത് തന്നെയാണ് പറയുന്നത്. ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ റിസപ്ഷനിസ്റ്റ് ആണ് അവിടെ. ഓക്കെ, എന്തൊക്കെയാണ് അവര് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്? എന്തൊക്കെയാ അവര് നേരിടുന്ന വെല്ലുവിളികൾ? എന്തൊക്കെയാണ്? ഓക്കെ, understand the challenges faced by front desk staff, റിസപ്ഷനിസ്റ്റ് അവര് ഫേസ് ചെയ്യുന്ന ഏതാണ് ചാലഞ്ചുകൾ, വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന് നോക്കിയേ. ഫസ്റ്റ് എന്താ? മാനേജിങ് പേഷ്യൻസ് ഇമോഷൻസ്. ഒന്നാമത്തെ എന്താ? പേഷ്യൻസിന്റെ ഇമോഷൻസ് അല്ലെ, പേഷ്യൻസിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യണം. ഇപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് എല്ലാവരും ഓരോ ഇമോഷൻ, ഓരോ ഫീലിംഗോടുകൂടി വരുന്നവരായിരിക്കോ അല്ലെ? അവരുടെ ഏതാണ്? ചിലപ്പോ അവര് ടെൻസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ആകാംക്ഷയോടുകൂടി വരുന്നതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ പല രീതിയിൽ ആകാം വരുന്ന പേഷ്യൻസ്. അപ്പൊ ഏതാണോ, ഏത് രീതിയിലാണോ അവര് ആ പേഷ്യൻസ് അവരുടെ ഇമോഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക. ഓക്കെ,
രണ്ടാമത്തെ നോക്കിയേ, ഹാൻഡിലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വിറ്റീസ്. എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ മര്യാദകള്. എറ്റിക്വിറ്റീസ് എന്താണ്? കോൾ വോളിയം, അതായത് ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന കോളുകള്, നമ്മള് അപ്പോയിന്റ്മെന്റിനൊക്കെ ആയിട്ട് കോളുകൾ വിളിക്കുമല്ലോ അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന കോളുകള്, കോൾ വോളിയം, അതായത് ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന കോളുകള് കൈകാര്യം ചെയ്യുക. അപ്പൊ ആരാണ് വിളിക്കുന്നത്, ഏത് ഏരിയയിലേക്കാണ്, ആരെയാണ്, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, എത്ര സമയം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന എല്ലാ കോളുകളും കൈകാര്യം ചെയ്യുക. ആൻഡ് മെയിൻറ്റെയിനിങ്, ഇനി ആ കോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാ, നമുക്ക് തോന്നിയ രീതിയിൽ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ വേണം? ഫോൺ എറ്റിക്വിറ്റീസ്, ഫോൺ മര്യാദകള് എന്ത് ചെയ്യുന്നു, പാലിക്കണം. ഇടയ്ക്ക് കേൾക്കുന്നില്ല, ഇടയ്ക്ക് കേൾക്കല്ലേ? ബ്രേക്ക് സൗണ്ട്. ഇനി വല്ല നെറ്റിന്റെ പ്രശ്നം എന്തെങ്കിലും ആണോ? നോ, വെറുതെ അതില്ല. കുറച്ച് പേരൊക്കെ നോ, യെസ്. ചില ഒന്ന് രണ്ടുപേര് എന്താ നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, നോക്കിയപ്പോ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടാമത്തെ പോയിന്റിൽ എന്താ? അപ്പൊ ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന എല്ലാ കോളുകളും കൈകാര്യം ചെയ്യണം. അപ്പൊ കോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, എന്താണ്? ഫോൺ മര്യാദകളും പാലിക്കണം. ഓക്കെ, അടുത്ത് നോക്കി, മാനേജിങ് പേഷ്യൻസ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈം, പേഷ്യന്റിന്റെ വെയിറ്റ് ടൈം, അവരെ അധിക സമയം നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അതിനാണ് നമ്മൾ ഓരോ ഇത്ര ടൈമും പറയും അല്ലെ? നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്കൊരു നമ്പറും പറയും, ഇത്രാമത്തെ നമ്പർ ആണെന്ന് പറയുകയും ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ ഒരു 10 മണിയാകുമ്പത്തേക്ക് എത്തണം, അല്ലെങ്കിൽ 12:30 എത്തണം എന്ന് പറയാറില്ലേ? അല്ലെ? അതെന്തിനാ ടൈം? അപ്പൊ അതനുസരിച്ചാണ് പേഷ്യൻസ് വന്നാൽ മതി. അല്ലാതെ ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കാണുന്ന പേഷ്യന്റ് രാവിലെ 8 മണിയോ അവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അതായത് പേഷ്യൻസിന്റെ വെയിറ്റ് ടൈം മാനേജ് ചെയ്യുക. ആൻഡ് പേഷ്യന്റ് ഫ്ലോ, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഫ്ലോ നിയന്ത്രിക്കുക അല്ലെ? പേഷ്യൻസിന്റെ ഫ്ലോ, പേഷ്യൻസ് അങ്ങോട്ട് വരുന്ന അവരുടെ ഒഴുക്കും നിയന്ത്രിക്കുക. അതാണ് ഓരോ ടൈമും കൂടി പറയുന്നത്. അപ്പൊ അവർ അതിനനുസരിച്ചേ വരുള്ളൂ, അവർക്ക് കൊടുത്തേക്കുന്ന ടൈം അനുസരിച്ചേ വരുള്ളൂ. അപ്പൊ വേഗം വന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് പോകാനും പറ്റും. അടുത്ത നോക്കിയേ, കംപ്ലൈന്റ് റീസൊല്യൂഷൻ. എന്താണ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പരാതി പരിഹാരം, പരാതികൾക്കുള്ള പരിഹാരങ്ങൾ കാണുക. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഉടനടി തന്നെ എന്ത് ചെയ്യണം? അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം, പരാതികൾക്കുള്ള പരിഹാരം കാണണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ, വെല്ലുവിളികള്. അതാണ്, ഒന്ന് ടിക്കറ്റ് വെച്ചോ. പേഷ്യൻസിന്റെ ഇമോഷൻസ് കൈകാര്യം ചെയ്യണം, കോൾ വോളിയം, ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന കോളുകൾ കൈകാര്യം ചെയ്യണം, ഫോൺ മര്യാദകൾ പാലിക്കണം, പേഷ്യൻസിന്റെ വെയിറ്റ് ടൈം, പേഷ്യൻസിന്റെ ഫ്ലോ ഒക്കെ മാനേജ് ചെയ്യണം, പരാതികൾക്കുള്ള പരിഹാരം കാണണം അല്ലേ? അടുത്ത സെക്ഷൻ നോക്കിയേ, മെയിൻ ഗോൾ, പ്രധാനപ്പെട്ട ലക്ഷ്യം, ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ഗോൾ എന്താണ് ഫ്രണ്ട് ഓഫീസിന്റെ? യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ ഓൺ ദെയർ ഫേസ് ആൻഡ് എ ഫീലിംഗ് ഓഫ് having been well taken care of by you and your employees or colleagues. അപ്പൊ എന്താണ് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്? അതായത് ആ പേഷ്യന്റിൽ നിന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പോകൂലേ അല്ലെ? ലീവ് ചെയ്യുമ്പോൾ എങ്ങനെ പോകണം? സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ, പുഞ്ചിരിയോടുകൂടി, അതായത് ആ ഹോസ്പിറ്റലിലെ സർവീസിലെ സംതൃപ്തിയോടുകൂടി പേഷ്യൻസിനെ മടക്കി വിടുക. കണ്ടോ, പേഷ്യൻസിന്റെ മുഖത്ത് സ്മൈൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, അത് നമ്മളും അതുപോലെ തന്നെ മറ്റുള്ള എംപ്ലോയീസ് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സെക്ഷനുകളിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും അവരുടെ കൊളീജിയസ് സഹപ്രവർത്തകരൊക്കെ പാലിച്ചു, നല്ല രീതിയിൽ സർവീസ് അവർക്ക് കൊടുത്തു എന്ന തോന്നലോട് കൂടി തന്നെ പേഷ്യൻസിനെ വിടുക അല്ലെ? അങ്ങനെ ആ പേഷ്യൻസ് സംതൃപ്തരായിട്ട് ഹോസ്പിറ്റലിലെ ആ സർവീസില് പൂർണ്ണ സംതൃപ്തരായിട്ട് പുഞ്ചിരിയോട് കൂടി പേഷ്യൻസിനെ വിടുക. അതാണ് ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ. അണ്ടർലൈൻ ചെയ്തോട്ടോ, അത് എക്സാമിന് ചോദിക്കാറുണ്ട്.
Main goal is to have each patient leave with a smile or satisfaction. Underline ചെയ്ത സെന്റൻസ് കേട്ടോ. അങ്ങനെ പേഷ്യൻസിന് വിടണം. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ട് വഴക്ക് കൂടിയൊക്കെ പേഷ്യന്റ് പോവാനുള്ള ശരിയല്ലല്ലോ അല്ലെ? അങ്ങനെയല്ല. എങ്ങനെ വേണം? ആ ഹോസ്പിറ്റലിൽ കൊടുത്ത സർവീസിൽ പൂർണ്ണ സംതൃപ്തരായിട്ട് പുഞ്ചിരിയോട് കൂടി തന്നെ പേഷ്യൻസിനെ മടക്കി വിടുക അല്ലെ? അപ്പൊ അങ്ങനെ പരിപാലിച്ചു, അവര് നല്ല സർവീസ് കൊടുത്തു എന്ന ഫീലിങ്ങോട് കൂടി തന്നെ അവരെ വിടുക എന്നുള്ളതാണ് മെയിൻ ഗോള്. ക്ലിയർ ആയോ? അത് മെയിൻ ഗോൾ എന്താന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. നെക്സ്റ്റ് വരുന്നത് ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഈ അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ്? അപ്സെറ്റ് ആയിട്ടുള്ള ആളാട്ടോ, അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കസ്റ്റമേഴ്സ് പേഷ്യൻസിനെ ഡീൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? നോക്കിയേ. ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. അപ്പൊ വല്ല ഒരു ടെൻഷനൊക്കെ ആയിട്ട് അപ്സെറ്റ് ആയിട്ട് വന്നായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം ആദ്യം? അപ്പൊ അവരിങ്ങനെ വരുമ്പോഴത്തേ നമ്മളോ ചാടിക്കേറി അവരോട് പറയാതെ, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് ചാടിക്കേറി പറയാതെ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ലിസൺ ഫസ്റ്റ്. ആദ്യം കേൾക്കണം അവർക്ക് എന്താ പറയാനുള്ളത്. അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന കസ്റ്റമർ ആണല്ലേ, അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം അവരെ കേൾക്കണം. ആദ്യം അവര് പറയുന്നത് എന്താണെന്ന് കേൾക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? സൊല്യൂഷൻ ഓഫർ ചെയ്യണം, അതിനുള്ള പരിഹാരം പറയണം. കിട്ടിയോ? രണ്ടാമത്തെ എന്ത് ചെയ്യൂ? ഇഫ് യു cannot solve the problem, ഇനി ആ റിസപ്ഷനിസ്റ്റിന് അവർക്ക് ആ പ്രോബ്ലം തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യണം? ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ. നമ്മുടെ സൂപ്പർവൈസർ ഇല്ലേ, അല്ലെങ്കിൽ സുപ്പീരിയറിനോട് പറയണം. പേഷ്യന്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അവർക്കുള്ള ഒരു ഒപ്പീനിയൻ മേടിക്കണം. സൂപ്പർവൈസറിനോട് അല്ലെങ്കിൽ സുപ്പീരിയറിനോട് എന്ത് ചെയ്യണം? പറയണം അല്ലേ? എന്നിട്ട് ടു സോൾവ് ദ പ്രോബ്ലം, അതിന്റെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സുപ്പീരിയറിനോട് നമ്മൾ ചോദിക്കുകയാണ്. ഓഫർ ഓൾട്ടർനേറ്റീവ്സ്, ഇതര മാർഗങ്ങള് നമുക്ക് വാഗ്ദാനം ചെയ്യാം, ഓഫർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങൾ, ഇതര മാർഗങ്ങൾ ഓഫർ ചെയ്യാം. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആ റിസപ്ഷനിസ്റ്റിനെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന, അതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവർ പറയുന്നത് കേട്ട് അപ്പൊ തന്നെ സൊല്യൂഷൻ കൊടുക്കണം. ഇനി നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തൊരു കാര്യമാണെങ്കിൽ അല്ലെ, നമുക്ക് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നേരെ സൂപ്പർവൈസർ അല്ലെങ്കിൽ സുപ്പീരിയറിനോട് പറഞ്ഞ് അതിനുള്ള പരിഹാരം കാണാൻ ശ്രമിക്കണം. ഓക്കെ, ശരി. അടുത്തത് നോക്കിയേ. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ക്ലിയർ ആയില്ലേ രണ്ട് കാര്യങ്ങള്? ഒരു അപ്സെറ്റ് കസ്റ്റമറിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മള് അപ്സെറ്റ് ആയിട്ട് വരുന്നവര് അല്ലേ, ടെൻഷനൊക്കെയാണ്. അപ്പൊ അവര് പറയേണ്ടത് ആദ്യം കേട്ടിട്ട് വേണം അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ. നമുക്ക് പറ്റുന്നതാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാം. ഇനി നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, റിസപ്ഷനിസ്റ്റ് അതിനെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് എങ്കിൽ അവർ സൂപ്പർവൈസറിനോട് പറയണം. എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ അവിടെ കാണണം. ഓക്കെ, അടുത്ത് നോക്കിയ റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഇനി ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനങ്ങളെ നമ്മൾ 3 ഡെസ്കുകളായിട്ടാണ് തിരിച്ചേക്കണം കേട്ടോ. അത് 3ന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പേര് നോക്കിക്കോളൂ. ഏതാണ്? റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഏതാണ് ഒന്നാമത്തെ ഡെസ്ക്? ഏതാണ്? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. രണ്ടാമത്തെയാണ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. രണ്ടാമത്തെയാണ് ഇത്. ഇതെല്ലാം ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഡെസ്കുകളാണ് കേട്ടോ. ഹെൽത്ത് ചെക്ക് ഡെസ്ക്. മൂന്നാമത്തെയാണ് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. 3 ഡെസ്കുകളാണ് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോള്, അവരുടെ പങ്ക് എന്താണ്? ഫ്രണ്ട് ഓഫീസില് ഇവരെന്താ ചെയ്യുന്നത്? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്താ ചെയ്യുന്നത്? നോക്കിയേ. ഗ്രേറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. ഹോസ്പിറ്റലില് ഓക്കെ, ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഉപചാരപൂർവ്വം സ്വീകരിക്കാന്നല്ലേ. അപ്പൊ കോളർ, ആ വിളിക്കുന്ന ആളില്ലേ, അവരെ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചോട് കൂടി, സമീപനത്തോട് കൂടി അവരെ അഭിവാദ്യം ചെയ്യുക. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ ഈ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിനെ ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയും കേട്ടോ. അതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോ. ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക് എന്നും പറയും.
ഹെൽപ്പ് ഡെസ്ക്, ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പോകുമ്പോൾ ഫ്രണ്ട് ഓഫീസിലേക്ക് അങ്ങനെ 3 സെക്ഷനുകൾ കണ്ടിട്ടുണ്ടോ? ഹെൽപ്പ് ഡെസ്ക്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയാൽ മതി അല്ലെ? അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്യും. അതാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ ഡെസ്കുകളായിട്ട് തിരിച്ചേക്കണേ. അതിൽ ഏറ്റവും ഫസ്റ്റ് ആണ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക്. HELP, സഹായം നൽകുന്ന ഡെസ്ക് ആണത്, ഹെൽപ്പ് ഡെസ്ക് ആണ്. അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഗ്രേറ്റ്, ഉപചാരപൂർവ്വം സ്വീകരിക്കുക, കോളറിനെ. ഇതിന്റെ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് സമീപനത്തോട് കൂടി തന്നെ അവരെ നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്യുക. വിളിക്കുന്ന ആള്, കോളർ എന്ന് പറഞ്ഞാല് വിളിക്കുന്ന ആള്. ഇപ്പൊ നമ്മള് ഈ ഒരു കോള് വിളിക്കുകയാണ്, ഫ്രണ്ട് ഓഫീസിലേക്ക് കോള് വിളിക്കുകയാണ്. അപ്പൊ എന്റെ ആ കോളറിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനത്തോട് കൂടി തന്നെ അഭിവാദ്യം ചെയ്യുക. അടുത്ത നോക്കിയ റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദർ ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ. അവരുടെ സംശയങ്ങളോട് ഉടനടി തന്നെ റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ അവരെന്തെങ്കിലും ചോദിച്ചു, കോളർ എന്തെങ്കിലും ഒരു സംശയം നമ്മളോട് ചോദിക്കുകയാണ് അല്ലെ, അതപ്പൊ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിക്കട്ടോ, അല്ലെങ്കിൽ നാളെ വിളിക്കട്ടോ, അങ്ങനെ പറയാൻ പറ്റൂല. അവിടെ എന്ത് ചെയ്യണം? അവർക്കുടെ സംശയങ്ങളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? ഇൻസ്റ്റന്റ്ലി. എങ്ങനെയാ? തൽക്ഷണം, ഉടനടി തന്നെ റെസ്പോണ്ട് ചെയ്യണം. അറിയില്ലാത്ത മീനിങ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? ഇൻസ്റ്റന്റ്ലി, തൽക്ഷണം തന്നെ റെസ്പോണ്ട് ചെയ്യണം. അവർക്കിടെ സംശയങ്ങളോട് നമ്മളൊരു കോള് വിളിക്കുകയാണ് അല്ലെ, അപ്പൊ എന്തെങ്കിലും സംശയം, ഇന്ന് ഡോക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ഡോക്ടർ ഉണ്ടാവോ, ഏത് ടൈമിലാണ് ഡോക്ടർ ഇരിക്കുന്നത്, ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ ഉടനടി തന്നെ എന്ത് ചെയ്യണം? അതിനോട് റെസ്പോണ്ട് ചെയ്യണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നോടെ വിളിക്കാനോ അല്ലെങ്കിൽ നാളെ പറയാനോ അങ്ങനെ ഒന്നും പാടില്ല. ക്ലിയർ ആവുന്നില്ലേ പോയിന്റ്സുകള്? റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദർ ക്യൂരിയസ്. അവരുടെ സംശയങ്ങളോട് ഉടനടി തന്നെ റെസ്പോണ്ട് ചെയ്യണം. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയായിരുന്നു, ദി നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ? നിങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചു തുടങ്ങിയില്ലേ? തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തോ നിഷാമ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പൊ അതിനകത്ത് എന്താ? നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അതിനകത്ത് പറയുന്നത് മിക്ക ഡിപ്പാർട്ട്മെന്റുകളും നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും നമ്പർ അറിയണമെന്ന്. എന്തിനാ? ഇപ്പൊ ഞാൻ ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിക്കാം, എനിക്ക് എന്താ പറയാ ഓഫ്താൽമോളജി ആ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എനിക്ക് കാണണ്ടേ, അവിടുത്തെ ഡോക്ടറെ കാണണ്ടേ. എനിക്ക് രാവിലെ എനിക്കിപ്പോ കണ്ണിന് ഒരു ചെറിയ വേദന വന്നു, അപ്പൊ ഞാൻ വേറെ കാർഡിയോളജിയിൽ കാണാൻ പറ്റും. എനിക്ക് കാർഡിയോളജിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ കാണാൻ പറ്റുമോ? അപ്പൊ ഏതാണ് കണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റാ? കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒഫ്താൽമോളജി അല്ലെ? അപ്പൊ എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് എനിക്ക് കണക്ട് ചെയ്യണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിക്കുമ്പോ അവർക്ക് എന്താ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യണ്ടേ അല്ലേ? എന്റെ കോള് അതിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും, അതുപോലെ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്പർ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഫ്രണ്ട് ഓഫീസിന്റെ അവിടുത്തെ ആ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ അവര് ചെയ്യുന്ന കാര്യമാണ് എന്താ? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്പർ അറിഞ്ഞിരിക്കണം. എന്തിനാ? നമ്മൾ വിളിക്കുന്ന ആളുകൾ പല ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും വിളിക്കുന്നത്, അവിടുന്ന് കണക്ട് ചെയ്യേണ്ട അവർക്ക്. അതുകൊണ്ട് നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. ഇനി ഈ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് അവിടുത്തെ അടുത്തൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. എല്ലാ ഡോക്ടർമാർക്കിടെയും അവിടുത്തെ എംപ്ലോയീസിന്റെ ലിസ്റ്റ് വേണമെന്ന്. എത്ര ഡോക്ടർമാരുണ്ട്, ഓരോ ഇതിലും ഏതൊക്കെ ഡോക്ടർമാരാണ് ഇരിക്കുന്നത് അല്ലെ, എത്ര എംപ്ലോയീസ് ഉണ്ട് ഓരോ സെക്ഷനുകളിലും, എല്ലാ ഡോക്ടർമാരുടെയും എംപ്ലോയീസിന്റെയും ലിസ്റ്റ് എന്തുകൂടി ഉൾപ്പെടെ? പേര് മാത്രം മതിയോ? along with their numbers, അവർക്കുടെ ഫോൺ നമ്പർ കൂടി ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടർമാരുടെയും എംപ്ലോയീസിന്റെയും ലിസ്റ്റ് വേണം. നിങ്ങൾക്ക് പോയിന്റ്സുകൾ ക്ലിയർ ആവുന്നില്ലേ? പറയുമ്പോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നേ? ഓക്കെ, ഇനി ഇന്ന് തന്നെ ഒന്ന് വായിച്ചാ മനസ്സിലാക്കി വെക്കാലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന അവിടെ? ഡോക്ടർമാരുടെയും എല്ലാ സ്റ്റാഫുകളുടെയും നമ്പർ വേണം, along with their numbers. ഫോൺ നമ്പർ കൂടി വേണം കേട്ടോ, ഫോൺ നമ്പർ കൂടി ഉൾപ്പെടെയുള്ള ലിസ്റ്റ് വേണം.
Then അത് should never be 40. 40 എന്ന് പറഞ്ഞാൽ എന്താ? 40 എന്താ? HAUGHTY. 40 എന്ന് പറഞ്ഞ അഹങ്കാരം. നമ്മൾ എങ്ങനെയാ? ഒരിക്കലും ഒരു അഹങ്കാരത്തോടു കൂടി നമ്മൾ എന്താ പറയാ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. വൈ റിസീവിങ് എ കോൾ, ഒരു കോള് സ്വീകരിക്കുമ്പോൾ അല്ലെ, ഒരു പേഷ്യന്റ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അഹങ്കാരത്തോട് കൂടി അല്ലെ, നമ്മൾ അല്ലെങ്കിൽ എന്താണ് വലിയ ഇതിനകത്തൊന്നും അവരോട് ഇതായിട്ട് നമ്മൾ പൊളൈറ്റ് ആയിട്ട് തന്നെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ സംസാരിക്കണം അല്ലെ. അതാണ് ഒരു അഹങ്കാരം ഒന്നും പാടില്ല. 40 HAUGHTY. 40 എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഒപ്റ്റിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ എന്താ? സംതൃപ്തി. എന്ത് ചെയ്യണം? പേഷ്യൻസിന്റെ സംതൃപ്തി അല്ലെ, സംതൃപ്തി നിലനിർത്തണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒപ്റ്റിമൈസ് പ്രയോഗത്തിൽ കൊണ്ടുവരിക, അതിൽ നിലനിർത്തുക എന്നുള്ള മീനിങ് ഒക്കെ ആട്ടോ. ഒപ്റ്റിമൈസ് ക്രമീകരിക്കുക എന്നൊക്കെ പറഞ്ഞാലും ശരിയാണ്. ക്രമീകരിക്കുക എന്ത്? പേഷ്യൻസിന്റെ സംതൃപ്തി. അതാണ്, പേഷ്യൻസിന്റെ സംതൃപ്തി ക്രമീകരിക്കണം, അല്ലെങ്കിൽ നിലനിർത്തണം, പ്രയോഗത്തിൽ കൊണ്ടുവരണം. ഓക്കെ. പ്രൊവൈഡഡ് ടൈം, അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈം അല്ലെ. അതുപോലെ തന്നെ ആൻഡ് ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ, ട്രീറ്റ്മെന്റ് റൂം അതിന്റെ ഉപയോഗം. ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഇൻ പേഴ്സൺ ഓർ ബൈ ടെലിഫോൺ. അതെങ്ങനെയാ? വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ. ഫോണിലൂടെയാണെങ്കിൽ കേട്ടോ, വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഏതൊക്കെയാണ്? പേഷ്യൻസിന്റെ സംതൃപ്തി നിലനിർത്തണം, അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈം, ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് എന്നിവയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ സംതൃപ്തി നിലനിർത്തണം. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിൽ വരുന്നത്. ക്ലിയർ ആയോ? വിളിക്കുന്ന കോളുകൾ പോസിറ്റീവ് സമീപനത്തോടു കൂടി സ്വീകരിക്കണം. ഉടനടി അവരുടെ സംശയങ്ങളോട് ഉടനടി തന്നെ റെസ്പോണ്ട് ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ അറിഞ്ഞിരിക്കണം. എല്ലാ ഡോക്ടർമാരുടെയും എംപ്ലോയീസിന്റെ ലിസ്റ്റ്, ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ളതെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ അഹങ്കാരം പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? പേഷ്യൻസിന്റെ സംതൃപ്തി, അതാണ് ഇമ്പോർട്ടന്റ് അല്ലെ, അത് ക്രമീകരിക്കണം. എങ്ങനെ? അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈം, ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഇങ്ങനെയുള്ളതൊക്കെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയൊക്കെ നല്ല രീതിയിൽ തന്നെ അത് ക്രമീകരിക്കുക. ഇനി നെക്സ്റ്റ് ഡെസ്ക് ആണ് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. രണ്ടാമത്തേതാണ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഇവിടെ എക്സാമിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി അവിടെ വരാം. ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. അങ്ങനെ ചോദിക്കാം. എന്താണ്? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്കിന്റെ റോൾസില് ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ഇൻക്ലൂഡ് ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ ഇത്രയും പോയിന്റ്സ് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ കിട്ടൂലേ? നമുക്ക് ആൻസർ അവിടെ ഉണ്ടല്ലോ, ആൻസർ ഓൾറെഡി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. ഇനി അടുത്തതാണ് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഹെൽത്ത് ചെക്ക് ഡെസ്ക്. Okay, role of health check desk. Okay, provide assistance and facilitate customers. ഒന്നാമത്തെ എന്താ? Provide assistant പറഞ്ഞ എന്താ? സഹായം. And facilitate കസ്റ്റമറിന് വേണ്ട സഹായങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അവിടെ എന്ത് ചെയ്യണം? അവർക്കുടെ കാര്യങ്ങള് സുഗമമാക്കി കൊടുക്കുക. ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ സുഗമമാക്കുക. കസ്റ്റമറിന് വേണ്ട സഹായങ്ങളൊക്കെ കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആക്കി നല്ല സുഗമമാക്കി കൊടുക്കുക. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. Provide assistance and facilitate customer. രണ്ടാമത്തെ നോക്കിയേ, helping corporate or walk-in enquiries. കേട്ടിട്ടുണ്ടോ? walk-in enquiries എന്ന് വെച്ചാൽ എന്താ? walk-in enquiries എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാതെ, അതായത് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ നമ്മൾ ഡോക്ടറിനെ കാണാൻ ചെല്ലൂലേ?
അല്ലെ? എപ്പോഴും നമ്മൾ ചിലപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം തന്നെ, അപ്പൊ നമുക്ക് ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ഡോക്ടറെ കാണാൻ ചെല്ലൂലേ? അതാണ് വോക്കിൻ എൻക്വയറീസ് എന്ന് പറയുന്നത് കേട്ടോ. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ നമ്മൾ ചെല്ലുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം അല്ലെ? നിങ്ങളിപ്പോ ഡോക്ടറിനെ ഒക്കെ കാണാൻ ചെല്ലുമ്പോ അങ്ങനെ നിങ്ങൾ പോയിട്ടുണ്ടോ? അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന അവർക്ക് നമ്പർ ഉണ്ട് അല്ലെ? അവര് നമ്പർ അനുസരിച്ച് കയറ്റും. അപ്പൊ എന്ത് ചെയ്യും? ഒരു 4 അപ്പോയിന്റ്മെന്റ് എടുത്തവരെ വിട്ടിട്ട് ചിലപ്പോ 5ാമത്തെ ഈ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്നവര് കയറ്റി വിടും. അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അവര്. അവിടുത്തെ ആ ഒരു ഇത് ഫ്ലോ സുഗമമാക്കാൻ വേണ്ടിയാണ് അല്ലെ? അല്ലാതെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ചെന്നെന്ന് പറഞ്ഞാൽ അവരെ ഏറ്റവും ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റൂല്ലോ അല്ലെ? അത് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ആദ്യം കയറ്റി വിടാനും പറ്റൂല. അപ്പൊ കുറച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തവരെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യന്റ് വേണമെങ്കിൽ ഒന്ന് കയറ്റി വിടും. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലേ? അതാണ് വോക്കിൻ എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ നമ്മള് ഹോസ്പിറ്റലില് നമ്മള് അങ്ങനെയുള്ള പേഷ്യൻസ് ഡോക്ടറിനെ കാണാൻ ചെല്ലുന്നതാണ്. അപ്പൊ അവരെ കൂടി ഹാൻഡിൽ ചെയ്യണം കേട്ടോ. അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന പേര് മാത്രമല്ല, അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസിനെ കൂടി കൈകാര്യം ചെയ്യണം. അടുത്ത് നോക്കിയേ, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. കണ്ടോ? ഹെൽത്ത് ചെക്കപ്പിനുള്ള അപ്പോയിന്റ്മെന്റ്, അതിന്റെ ഷെഡ്യൂളിംഗ് ഒക്കെ. ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി വരുന്ന ആളുകളില്ലേ, അവരുടെ അപ്പോയിന്റ്മെന്റ്സുകള് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. ചെക്കപ്പിന് വേണ്ടി വരുന്നവര്, ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി വരുന്നവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? അതൊക്കെ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ. അടുത്ത 4ാമത്തെ പോയിന്റ് നോക്കിയാൽ കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്സ്. എന്താണ്? ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ആളുകൾ, അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്ന വന്നിരിക്കുന്ന ആളുകളില്ലേ, അവരെല്ലാവരും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കാണാൻ വേണ്ടിയിരിക്കുന്നവരായിരിക്കില്ല. പല ഡിപ്പാർട്ട്മെന്റില് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇരിക്കുന്നവരായിരിക്കും. അപ്പൊ അവരെ ഏതാണ് അവരെ അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ അങ്ങോട്ടേക്ക് അവരെ കോർഡിനേറ്റ് ചെയ്യുക. കണ്ടോ? വന്നിരിക്കുന്ന ആളുകളെ, അതായത് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ആളുകളെയൊക്കെ അവരെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് കോർഡിനേറ്റ് ചെയ്യിക്കുക. ഓക്കെ. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. കണ്ടോ? ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ട് അയക്കുക. ഡിസ്പാച്ച് എന്ന് പറഞ്ഞാൽ സെൻഡ്, അയക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ഡിസ്പാച്ച്, DISPATCH, അയക്കുക. എന്ത്? റിപ്പോർട്ടുകൾ അയക്കണം. എന്തിന്റെ റിപ്പോർട്ടാ? ഹെൽത്ത് ചെക്കപ്പിന് ശേഷം ഹെൽത്ത് ചെക്കപ്പ് നടത്തി അതിന്റെ റിപ്പോർട്ടുകൾ അയക്കുക. ഓക്കെ. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട്സ് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് നോക്കിയേ, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. ഇനി അടുത്തത് റിപ്പോർട്ടുകളാണ്. അപ്പൊ പേരിന്ന് തന്നെ അറിയാം നമുക്ക് അല്ലെ? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നോക്കിയേ. സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സ്റ്റോർ ചെയ്തിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്യുക. അതാണ് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിസീവ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്യുക. എല്ലാ റിപ്പോർട്ടുകളും ഇവിടെ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിൽ സ്റ്റോർ ചെയ്യണം. ഇനി പിന്നീട് എന്തെങ്കിലും ഒരു റിപ്പോർട്ടുകൾ ആരെങ്കിലും ചോദിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് എല്ലാ റിപ്പോർട്ട്സുകളും അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. എല്ലാ വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്യുക. അടുത്തൊക്കെ പ്രൊവൈഡ്സ് റിപ്പോർട്ട് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. പ്രൊവൈഡ്സ് റിപ്പോർട്ട് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. ആ ക്ലയന്റിന്റെ റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് തന്നെ അത് കൊടുക്കണം. അതാണ് 2ാമത്തെ കാര്യം. ക്ലയന്റ് അല്ലെങ്കിൽ പേഷ്യൻസ് അവർക്ക് റിപ്പോർട്ടുകൾ കറക്റ്റ് സമയത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യും.
റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. കറക്റ്റ് സമയത്ത് തന്നെ റിപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ദ റിപ്പോർട്ട് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. ലഭിച്ചത് നമുക്ക് അവിടെ റിസീവ് ചെയ്തതും കൈമാറിയതുമായിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഏതൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ സ്വീകരിച്ചു, ഏതൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ അയച്ചു, അപ്പൊ അതിന്റെ എല്ലാം എന്ത് ചെയ്യണം, അതെല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് പഠിക്കാൻ എളുപ്പമല്ലേ? എല്ലാത്തിലും റിപ്പോർട്ട് എന്നുള്ളത് വന്നില്ലേ? അപ്പൊ അതിനകത്ത് നിങ്ങളോട് എക്സാമിൽ ചോദിക്കുകയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കമ്മിങ് അണ്ടർ ദ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. Which of the following are included in ഏതാണ് റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്ക്? അങ്ങനെ ചോദിച്ചാലും ഇതിനകത്ത് റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചാൽ എളുപ്പമല്ലേ? 3 പോയിന്റിലും റിപ്പോർട്ട് എന്നുള്ളത് കണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സൂത്രപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോ. ബൈക്കാട്ടെ ഉണ്ടല്ലോ, ഓൾറെഡി ആൻസർ അവിടെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് 2 ഒരെണ്ണം ചിലപ്പോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരെണ്ണം ആയിരിക്കും, മറ്റേതിൽ നിന്ന് 2 ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാലോ ഏതാണ് റിപ്പോർട്ട്സ് എന്നുള്ളൊരു വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അല്ലെ ഇതിനകത്ത് വന്നതാണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടൈമിംഗ് ആണ് കേട്ടോ. ഈ 2 ക്വസ്റ്റ്യനും എപ്പോഴും ചോദിക്കാറുള്ളതാണ്, 2 ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഏതാണ്? The front office provides patient care round the clock. Round the clock എന്ന് പറഞ്ഞാൽ എന്താ? റൗണ്ട് ദ ക്ലോക്ക് എന്ന് വെച്ചാൽ എന്താ? 24 hours സർവീസ് ഉണ്ട്. അതായത് 8 മണിക്കൂറോ 10 മണിക്കൂറോ അത്രയും മാത്രമല്ല ഫ്രണ്ട് ഓഫീസ് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസിന്റെ വർക്കിംഗ് ടൈം എത്രയാ? 24 hours സർവീസ് ആണ്. ഫുൾ ടൈം എല്ലാ സമയത്തും. നമുക്ക് 12 മണിയാകുമ്പോ രാത്രി 12 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണോ? കിട്ടിക്കഴിഞ്ഞു. 1 മണിക്ക് എടുക്കണോ? 2 മണിക്ക് എടുക്കണോ? അത് നേരം എടുക്കട്ടെ എന്നൊന്നുമില്ല അല്ലെ? നേരം വെളുക്കണമെന്നൊന്നുമില്ല. അതായത് 24 hours സർവീസ് ആണ് ഫ്രണ്ട് ഓഫീസ്. അതായത് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 24 hours ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അവിടെ 8 hour, 10 hour, 12 hour, 24 hours അങ്ങനെയായിരുന്നു ഓപ്ഷൻസ് അവിടെ കൊടുത്തിരുന്നത് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് പേഷ്യന്റ് കെയർ എത്ര സമയമുണ്ട്? 24 hours സർവീസ്. 24 hours 24 മണിക്കൂറും എന്ത് ചെയ്യുന്നു? സർവീസ് കൊടുക്കണ്ട്. ഇനി അടുത്ത നോക്കിയേ, ദ സ്റ്റാഫ് വർക്കിംഗ് 3 ഷിഫ്റ്റ്. ഒരു ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എത്ര ഷിഫ്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നപ്പോ എത്ര ഷിഫ്റ്റ് ആയിരിക്കും? ഷിഫ്റ്റ്. അപ്പൊ ഒരു ഷിഫ്റ്റിൽ എത്ര സമയം ഉണ്ടാവും? കണക്കറിയാമോ? നോക്കട്ടെ. എത്ര ഷിഫ്റ്റ്, എത്ര ഇത് വരും? ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡ്യൂട്ടി ടൈം, എത്ര സമയം വരും? വെരി ഗുഡ്. ആൽഫിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ടിട്ടുണ്ട് 8 മണിക്കൂറാണ് ഒരാൾക്ക് വർക്കിംഗ്. ഒരു ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റിൽ ആളുകൾ കയറും. അടുത്ത 8 മണിക്കൂർ വേറെ ഷിഫ്റ്റ്. അങ്ങനെ മൊത്തം ഫ്രണ്ട് ഓഫീസില് സ്റ്റാഫിന്റെ വർക്ക് എത്ര ഷിഫ്റ്റ് ആയിട്ടാണ്? 3 ഷിഫ്റ്റ്. അത് 2 പഠിച്ചോ? വർക്കിംഗ് അവേഴ്സ് 24 hours. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ 3 ഷിഫ്റ്റ് ആയിട്ട് അവർ നിൽക്കുന്നത്. 24 hours ഒരാളുകൾ തന്നെയല്ല നിൽക്കുന്നത്, അതിനെ 3 ഷിഫ്റ്റ് ആക്കിയേ തിരിച്ചേക്കണേ അല്ലെ? അതായത് 8 മണിക്കൂർ ഒരു പാർട്ടി, അടുത്ത ആള് വന്നു, പിന്നെ അങ്ങനെ 3 ഷിഫ്റ്റ് ആണ്. അത് 2 നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. അടുത്തത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് ലീവ് ഉണ്ടാവും. അത് ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? എല്ലാ ജോലിക്കും ഉണ്ടല്ലോ ലീവ്. അവർക്ക് ലീവ് ഉണ്ടാവും. ലീവില്ലേ? അനു വർക്ക് ചെയ്യുന്നതാണോ? റിനു ജോസ് വർക്ക് ചെയ്യുന്നുണ്ടോ? യെസ് എന്നിട്ടുണ്ടല്ലോ. എത്ര ലീവ് ഉണ്ട്? അവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ അടിക്കോ? ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാരെങ്കിലും, ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവര്? അർജുൻ ഗോപാലാണ്, അനു അല്ല. അനു ചന്ദ്രനാണ് ഇവിടെ കിടക്കണേ. അർജുനാണ് അത്. അർജുൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഫ്രണ്ട് ഓഫീസിലൊക്കെ? ഉണ്ടോ?
എത്ര ലീവ് ഉണ്ട് അറിയോ ആർക്കെങ്കിലും? നിങ്ങളൊന്ന് കണ്ടുപിടിച്ചോ കേട്ടോ. ഒന്ന് കണ്ടുപിടിച്ചോണ്ട് അറിയാം. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ആരോ എന്നോട് പറഞ്ഞു ലീവില്ലാന്ന്. ഇല്ലെന്നാണോ? ലീവില്ലേ? അവർക്ക് എല്ലാ ദിവസവും കയറണോ? ഒന്ന് അന്വേഷിച്ചോട്ടെ. അത് ഫ്രണ്ട്സ് ആണ് പറഞ്ഞ ലീവില്ലെന്ന്. ആ 24 hours ഡ്യൂട്ടി ഉണ്ട്, 3 ഷിഫ്റ്റ് ആണ്. ഇത്രയും നമുക്ക് പഠിക്കാമല്ലോ. ഇനി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ ആരെങ്കിലും. ഓക്കെ, എനിക്ക് കറക്റ്റ് അറിയില്ല എത്ര ലീവാണ് അവർക്കുള്ളത് കേട്ടോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. നമ്മുടെ ക്ലാസ്സിൽ 87 പേര് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ഒന്ന് അന്വേഷിച്ചോണ്ട് പോരെ കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ. മാസത്തിൽ 4 ലീവ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും എമർജൻസി എടുക്കാം. ഒരു വീക്കില് 1 ലീവ്. 4 ലീവ് എന്നാട്ടോ പറഞ്ഞേക്കണേ. ചോദിച്ച ആൾക്ക് ഒപ്പം തന്നെ മറുപടി കിട്ടിക്കഴിഞ്ഞു. എത്രയാ? 4 ലീവ് ഉണ്ടെന്ന് അവർക്ക്. പിന്നെ എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും ലീവ് എടുക്കാന്ന് പറഞ്ഞേക്കണേ കേട്ടോ. ഓക്കെ, 2 days and 1 എമർജൻസി ലീവ്. ഓക്കെ, രണ്ട് ദിവസവും ഒരു എമർജൻസി ലീവ്. അത് ചിലപ്പോ ഈ ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ വ്യത്യാസം വരാതിരിക്കും കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് ഇത്രയില്ല. അപ്പൊ നമ്മൾ നമ്മൾ സ്ഥാപനത്തിലും ഓരോ ജോലി സ്ഥലത്തും നിങ്ങൾ ഓഫീസുകളാണെങ്കിലും അവിടുത്തെ ഇതനുസരിച്ചായിരിക്കും ലീവ് കാര്യങ്ങൾ തരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ മന്ത്ലി ഒരു ലീവാണ് ഞങ്ങൾക്കുള്ളൂ. നമ്മുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും മന്ത്ലി ഒരു ലീവ്. പിന്നെ ലീവ് എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷെ സാലറി കട്ടാണ്. ഓക്കെ, ഒരു ലീവാണ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്നത്. ഓരോ സ്ഥാപനത്തിന് ഇപ്പൊ ഹോസ്പിറ്റലിനാണെങ്കിൽ സംബന്ധിച്ച് വ്യത്യാസം വരാം. ഇപ്പൊ ഇവിടെ ഒരു കുട്ടി പറഞ്ഞ 4 ലീവും, ഇനി റിസപ്ഷനിസ്റ്റിന് 4 ലീവും, അല്ലെങ്കിൽ പിന്നെ എമർജൻസി ഉണ്ടെങ്കിൽ ഒരു ലീവും വേണമെങ്കിൽ ലീവ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇനി നോക്കിയേ. Hospital front desk executive or hospital receptionist. A hospital ടീച്ചർ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കുറെ ഓഫർ വന്നതാ. പക്ഷേ ഞാൻ അങ്ങോട്ട് പോയില്ല. എന്നുവെച്ചാൽ എനിക്ക് ആ ഒരു ഇതിനേക്കാളും ടീച്ചിങ് തന്നെയാണ് ഇഷ്ടം. ഞാൻ B.Ed ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിച്ചതാണ് ഈ കോഴ്സൊക്കെ. അപ്പൊ ഈ കോഴ്സ് അവിടെ വെച്ച് തന്നെ. പിന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ കൊടുത്തു കാര്യം ഹസ്ബൻഡൊക്കെ. അപ്പൊ അവിടെ നിന്നൊക്കെ വിളിച്ചതാണ്. പക്ഷെ ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് ടീച്ചിങ് തന്നെയാണ് ചെറുപ്പം മുതലേ ഇഷ്ടം. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോ ജസ്റ്റ് വന്നു, ഇന്റർവ്യൂ കഴിഞ്ഞു, ക്ലാസ്സുകൾ കണ്ടു, ഓക്കെയാണ്, നാളെ തുടങ്ങി ജോയിൻ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഈ ഒരു എന്താ പറയാ, ഇതിന് കിട്ടുന്ന ഒരു സംതൃപ്തി വലിയൊരു കാര്യമില്ലേ ടീച്ചിങ് എന്ന് പറഞ്ഞാലേ. അല്ലേ, നമുക്ക് ഏത് കാലത്തും നമുക്ക് എത്രയാണെങ്കിലും ഒരു ടീച്ചർ എന്ന് പറയാ. ഇഷ്ടമുണ്ടോ ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ പോകാൻ? അതെ, കുറച്ച് കേസൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ. നമുക്കൊരു മനസ്സിന് നമ്മുടെ സാലറിക്ക് പുറമെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ളതിനേക്കാളും എനിക്ക് ഇതിനോടാണ് താല്പര്യം കേട്ടോ. ഓക്കെ, ഇത് നോക്കി നമ്മുടെ ഇത് ഇങ്ങനെ വിശേഷം പറയുന്ന സമയമില്ല. ശരിക്കും നമുക്ക് കുറച്ചും കൂടി നമുക്ക് തീർക്കാണ്ട് നോക്കി ഈ ഒരു പാരഗ്രാഫ് കൂടി നോക്കി വെക്കാം. ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് ഒക്കെ ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സമയം കിട്ടുവാണെങ്കിൽ ഇടയ്ക്ക് വന്ന് കുറച്ച് വിശേഷമൊക്കെ ചോദിക്കാം കേട്ടോ. സംശയമൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതുകൊണ്ടാണ് ഇപ്പൊ ലാസ്റ്റ് ആണെങ്കിലും അധികം നിങ്ങൾക്ക് സമയം ഓരോന്നും ചോദിച്ച് നമ്മള് റിപ്ലൈ അടിച്ചല്ലേ പോണത്. ഓക്കെ ആണോ എന്ന് ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോണേ. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് അധികം സമയം തരാത്തത്. നമുക്ക് കുറെ പോർഷൻസ് ഉണ്ട്, നിങ്ങളുടെ കറക്റ്റ് സമയത്ത് നമുക്ക് തീർക്കണം. അതുകൊണ്ടാണ്. നോക്കി ഈ ഒരു പാരഗ്രാഫ് കൂടി നോക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ ഹു വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ who work in the hospital front office. കണ്ടോ, ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെ. മാനേജ് വേരിയസ് ടാസ്ക്. അപ്പൊ അവിടെ വരുന്ന പല ടാസ്കുകളെ കൈകാര്യം ചെയ്യുന്ന പേഴ്സൺ ആണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ.
he or she, അവനായിക്കോട്ടെ അവളായിക്കോട്ടെ, he or she is responsible for basic clerical tasks such as answering phone call. ഇവിടെ നോക്കിയോട്ടോ, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ, കുറെ ടാസ്കുകൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു, വേരിയസ് ടാസ്കുകൾ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തൊക്കെ ടാസ്കുകളാണ് അവിടെ ചെയ്യുന്നത്? he or she is responsible for basic clerical tasks such as, എന്തൊക്കെയാണ് ക്ലറിക്കൽ ടാസ്കുകളിൽ വരുന്നേ? എന്തൊക്കെ? ആൻസറിങ് ഫോൺ കോൾസ്, വരുന്ന ഫോൺ കോളുകളൊക്കെ മറുപടി കൊടുക്കണം, ആൻസർ ചെയ്യണം. പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനുമൊക്കെ എന്ത് ചെയ്യണം? ഉപചാരപൂർവ്വം സ്വീകരിക്കണം. ആൻഡ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യണം ഇൻ എ പ്രൊഫഷണൽ ആൻഡ് ടൈംലി മാനർ, പ്രൊഫഷണൽ ആയിട്ട് ഒരു ടൈംലി മാനർ, സമയബന്ധിതമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അവര് മാനേജ് ചെയ്യുന്ന ടാസ്ക് എന്ന് പറയുന്നത്. ആ 3 കാര്യങ്ങളും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ answering phone calls, greeting patients and visitors, and scheduling appointments. Okay. Then most medical receptionists work in a physician office. Okay. Medical receptionist ഇനി എവിടെയൊക്കെ വർക്ക് ചെയ്യാം? ഓക്കെ, ഫിസിഷ്യന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം, ഡെന്റിസ്റ്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം, ഹോസ്പിറ്റലില് അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റികളിലും വർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ റിസപ്ഷനിസ്റ്റ് ആവുകയാണെങ്കിൽ എവിടെയൊക്കെ കയറാം, എവിടെയൊക്കെ വർക്ക് ചെയ്യാം? അണ്ടർലൈൻ ചെയ്തിട്ടെ, എവിടെയൊക്കെ വർക്ക് ചെയ്യാം? റിസപ്ഷനിസ്റ്റിന് എവിടെയൊക്കെ വർക്ക് ചെയ്യാം? ഫിസിഷ്യന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം, ഡെന്റിസ്റ്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, അത് മെഡിക്കൽ ഫെസിലിറ്റിയില് മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റികളിലും വർക്ക് ചെയ്യാം. ആ 4 കാര്യം അണ്ടർലൈൻ ചെയ്തിട്ടോ, എവിടെയൊക്കെ വർക്ക് ചെയ്യാം അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി സ്മോളർ ഓഫീസേഴ്സ്, ഇനി ചെറിയ ഓഫീസൊക്കെ ആണെങ്കിലോ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. ഇനി ചെറിയ ഓഫീസാണ്, ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഈ റിസപ്ഷനിസ്റ്റിന് 2 കാര്യം ചെയ്യണം. ഏതാണ്? റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം, ക്ലിനിക്കൽ ഡ്യൂട്ടി, ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് ഡോക്ടർ പേഷ്യന്റ് നോക്കി മരുന്ന് കൊടുക്കുക കേട്ടോ, എന്നുവെച്ചാൽ ക്ലിനിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സാ സംബന്ധമായിട്ടുള്ള ഡ്യൂട്ടീസും വരുന്നുണ്ട്. മനസ്സിലായോ? ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ളതും ക്ലിനിക്കൽ ഡ്യൂട്ടി ഉത്തരവാദിത്വമുണ്ട്. ക്ലിയർ ആയോ? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. ഇനി നോക്കിയേ, ഈ ലാർജ് ഓഫീസേഴ്സ്, ഇനി വലിയ ഓഫീസിലാണെങ്കിലോ, ദേ മേ ഒൺലി ബി റെസ്പോൺസിബിൾ ഫോർ, ഒൺലി എന്തിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമുള്ളൂ? അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്. ക്ലറിക്കൽ എഴുത്തുകുത്ത് കാര്യങ്ങളില്ലേ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്, അത് മാത്രം ചെയ്താൽ മതി അവര്. വലിയ അപ്പൊ അത്രയും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല, വലിയ ഹോസ്പിറ്റൽ അല്ലേ, അപ്പൊ അവരത് മാത്രം ചെയ്താൽ മതി. ക്ലിയർ ആയോ? 2 പോയിന്റ്സ് അവിടെ പറഞ്ഞത്. ലാർജർ ഓഫീസർ they may be only responsible for administrative or clerical duties. അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടി മാത്രം അവർ ചെയ്താൽ മതി. The position is referred to as medical office assistant. എന്താണ് അവരുടെ പൊസിഷൻ ആണ് കേട്ടോ. ഈ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ പൊസിഷൻ ഏതാ? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് അവർക്ക്. മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയാം, റിസപ്ഷനിസ്റ്റ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻ കണ്ടോ എന്നൊക്കെയാണ് അവരെ വിളിക്കുന്നത്. അവരുടെ പൊസിഷന് പറയുന്ന പേരാട്ടോ. എന്ന പൊസിഷനെ ഇത് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്നായിരിക്കും ചിലയിടത്ത് പറയുന്നത്, മെഡിക്കൽ അസിസ്റ്റന്റ് എന്നായിരിക്കും റിസപ്ഷനിസ്റ്റ് എന്ന് പറയാം, ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻ എന്നും പറയാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആയോ? എന്ന് നമ്മൾ എടുത്ത അത്രയും. ഇനി അടുത്തത് നമുക്ക് റെസ്പോൺസിബിലിറ്റി ആണ്. അത് കുറെ പോയിന്റ്സുകൾ ഇങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 24 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും കുറേയൊക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞു വെച്ചത് കേട്ടോ. ഇത് നോക്കണം, 24 hours വർക്കിംഗ് 3 ഷിഫ്റ്റുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
ഇനി ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പേഴ്സൺ എവിടെ വർക്ക് ചെയ്യുന്നവരാണ്? ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവിടെ പല കാര്യങ്ങളും ടാസ്കുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ടാസ്ക് ആണ് അവിടെ പറഞ്ഞേക്കണേ? ക്ലിനിക്കൽ ടാസ്ക് ഏതൊക്കെയാ? ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക, പേഷ്യൻസിനെ ഉപചാരപൂർവ്വം സ്വീകരിക്കുക, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഉപചാരപൂർവ്വം സ്വീകരിക്കുക, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക, അല്ലെ? ഇതൊക്കെ സമയബന്ധിതമായി ചെയ്യുക എന്നുള്ളതാണ്. ഇനി അവർക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാം? എവിടെയൊക്കെ? ഫിസിഷ്യന്റെ ഓഫീസില്, ഡെന്റിസ്റ്റിന്റെ ഓഫീസില്, ഹോസ്പിറ്റലില് ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യാം. ഇനി ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ റിസപ്ഷനിസ്റ്റിന് അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയും ചെയ്യണം, ക്ലിനിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള ജോലിയും ചെയ്യണം. എന്നാൽ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി. ഇവരുടെ പൊസിഷൻ എന്താ പറയുന്നത്? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്നെല്ലാം അവരുടെ പൊസിഷനെ പറയും. ക്ലിയർ ആണല്ലോ അല്ലെ? നീ ആരും പോകല്ലേ, നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, നീ അപ്പൊ ഇത്രയൊക്കെ ഒന്ന് വായിച്ച് എല്ലാവരും ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. ഇന്നെല്ലാം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ ഇന്ന് തന്നെ വായിച്ചു വെക്കണം. പ്രീതി, ശില്പ, ആദിത്യ കുറച്ചുപേരെ വിളിച്ചു പറഞ്ഞു എന്നുള്ളൂ. ഇതിനകത്തുള്ളത് എല്ലാവരും, ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും നിർബന്ധമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണ്, നോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് ഒരു പ്രാവശ്യം വായിച്ചാൽ മതി കേട്ടോ. ഒരു പ്രാവശ്യം മാത്രം വായിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി എക്സാം കണ്ണടച്ചിരുന്ന് എഴുതാം. ഓക്കെ, ഇനി എന്തെങ്കിലും MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് മാം കയറും, അടുത്ത ക്ലാസ്സിലേക്ക് ഇപ്പൊ തന്നെ ചാടി കയറണം. ഓക്കെ, എന്നാ അടുത്ത നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.